പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും PSC മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്രാചീന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 സർവകലാശാലകളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ്. നമുക്കേറെ പരിചിതമാണ് അല്ലേ? നളന്ദ, തക്ഷശില, പിന്നെ വിക്രമശില എന്നിവ അല്ലേ? യെസ്. അപ്പോൾ നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ബീഹാറിലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. PSC ചോദിക്കുമ്പോൾ നളന്ദ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്? ബീഹാർ എന്ന് പറയും. പണിയെടുപ്പിച്ചത് ആരാണ്? ഗുപ്ത സാമ്രാജ്യത്തിലെ കുമാരഗുപ്തനായിരുന്നു. ഗുപ്ത സാമ്രാജ്യത്തിലെ കുമാരഗുപ്തനായിരുന്നു. നമുക്കറിയാം ഗുപ്ത സാമ്രാജ്യം നിലനിന്നത് AD 3-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 5-ാം നൂറ്റാണ്ട് വരെയാണ് അല്ലെ? അപ്പോൾ നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് നിലവിലെ ബീഹാർ സംസ്ഥാനത്ത്. പണിയെടുപ്പിച്ചത് ആരാണ്? ഗുപ്തവംശത്തിലെ കുമാരഗുപ്തനാണ്. ഈ നളന്ദ സർവകലാശാല ആക്രമിച്ച് തകർത്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നളന്ദ സർവകലാശാല ആക്രമിച്ച് തകർത്തത് ആരാണ്? ബഖ്തിയാർ ഖിൽജിയാണ്. ഓക്കെ, ആരാണ്? ബഖ്തിയാർ ഖിൽജി. ഇനി വിക്രമശിലയെ കുറിച്ച് നോക്കാം. വിക്രമശില സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെ ബീഹാർ തന്നെ. പണി കഴിപ്പിച്ചത് പാലവംശത്തിലെ ധർമ്മപാലൻ. പാലവംശത്തിലെ ധർമ്മപാലനാണ്. ഇത് ആക്രമിച്ച് തകർത്തത് ആരാണ്? ബഖ്തിയാർ ഖിൽജി തന്നെ. അപ്പോൾ ഓർമ്മിക്കുക, ബഖ്തിയാർ ഖിൽജി ആക്രമിച്ച് തകർത്ത പ്രാചീന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവകലാശാലകൾ എന്ന് പറയുന്നത് ഒന്ന് നളന്ദ സർവകലാശാലയും 2 വിക്രമശിലയുമാണ്. ഇത് നിർമ്മിച്ചതാരെന്ന് നോക്കാം. നളന്ദ സർവകലാശാല ബീഹാറിലാണ് സ്ഥിതി ചെയ്യുക. പണി കഴിപ്പിച്ചത് ഗുപ്തവംശത്തിലെ ഗുപ്ത സാമ്രാജ്യത്തിലെ കുമാരഗുപ്തൻ. വിക്രമശില പണി കഴിപ്പിച്ചതോ പാലവംശത്തിലെ ധർമ്മപാലനും. ഇനി തക്ഷശിലയിലേക്ക് പോകാം. തക്ഷശില സ്ഥിതി ചെയ്യുന്നത് നിലവിലെ പാക് പഞ്ചാബ് പ്രവിശ്യയിലാണ്, അഥവാ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ്. പണികഴിപ്പിച്ചത് മൗര്യവംശ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ, അശോക ചക്രവർത്തിയുടെ പിതാവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ? മൗര്യവംശ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യനാണ്. നശിപ്പിച്ചത് AD 5-ാം നൂറ്റാണ്ടിൽ ഹൂണന്മാരുടെ ആക്രമണത്തോടുകൂടി നശിപ്പിക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ തക്ഷശില സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ പാക് പഞ്ചാബ് പ്രവിശ്യയിലാണ്, അഥവാ പാകിസ്ഥാനിലാണ്. പണികഴിപ്പിച്ചത് മൗര്യവംശ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ. നശിപ്പിച്ചത് ആരാണ്? ഹൂണന്മാരാണ് AD 5-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ പ്രാചീന ഇന്ത്യയിലെ 3 സർവകലാശാലകൾ നളന്ദ, വിക്രമശില, തക്ഷശില എന്നിവ നമ്മൾ പഠിച്ചു. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിക്കാറുണ്ട് ദക്ഷിണ നളന്ദ, ദക്ഷിണ തക്ഷശില എന്നിങ്ങനെ അല്ലെ? ആയി രാജവംശം, കേരളത്തിലെ ആദ്യ രാജവംശമാണ് ആയി രാജവംശം. ആയി രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി എന്ന് പറയുന്നത്, ഏറ്റവും പ്രശസ്തൻ എന്ന് പറയുന്നത്, അതായത് രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ച, ഏറ്റവും വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച ഭരണാധികാരി എന്ന് പറയുന്നത് കരുനന്ദടയ്ക്കനാണ്. കരുനന്ദടയ്ക്കൻ ഒരു ശാസനം പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഹജൂർ ശാസനം, AD 866. അപ്പോൾ ആയി രാജവംശത്തിലെ പ്രശസ്ത ഭരണാധികാരിയായ കരുനന്ദടയ്ക്കൻ പുറപ്പെടുവിച്ച ശാസനമാണ് ഹജൂർ ശാസനം. ആ ഹജൂർ ശാസനത്തിൽ ശാലകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്താണ് ഈ ശാലകൾ എന്ന് പറഞ്ഞാൽ? പ്രാചീന കേരളത്തിലെ വേദ പഠന കേന്ദ്രങ്ങളാണ് ശാലകൾ. ആ ശാലകളെ കുറിച്ച് പരാമർശമുണ്ട്. അദ്ദേഹം 2 ശാലകൾ പണികഴിപ്പിച്ചു എന്നാണ് ഹജൂർ ശാസനത്തിൽ പറയുക. ഒന്ന് കാന്തല്ലൂർ ശാല. ഈ കാന്തല്ലൂർ ശാല സ്ഥിതി ചെയ്തിരുന്നത് ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ ചാലയ്ക്ക് സമീപമാണ്. ഇതാണ് ദക്ഷിണ നളന്ദ എന്ന പേരിൽ ഖ്യാതി നേടിയിരുന്നത്. 2 ഇന്നത്തെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിലെ പാർത്ഥിവപുരം ശാല. ഈ പാർത്ഥിവപുരം ശാലയാണ് ദക്ഷിണ തക്ഷശില എന്ന പേരിൽ ഖ്യാതി നേടുന്നത്. അപ്പോൾ മറക്കില്ലല്ലോ. കാന്തല്ലൂർ ശാലയാണ് ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുക. പാർത്ഥിവപുരം ശാലയാണ് ദക്ഷിണ തക്ഷശില എന്ന പേരിൽ അറിയപ്പെടുക. ഈ കാന്തല്ലൂർ ശാലയും അതോടൊപ്പം പാർത്ഥിവപുരം ശാലയും പണികഴിപ്പിച്ചത് കരുനന്ദടയ്ക്കൻ എന്ന് കണക്കാക്കുന്നു. ആ തെളിവ് നമുക്ക് ലഭിച്ചത് എന്തിലൂടെ? കരുനന്ദടയ്ക്കൻ പുറപ്പെടുവിച്ച ശാസനമായ ഹജൂർ ശാസനത്തിലൂടെ. ഈ ഹജൂർ ശാസനം പുറപ്പെടുവിച്ചതെന്നാണ് AD 866. ഓക്കെ അല്ലേ? അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് കുറേയധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചുറപ്പിച്ചു. തുടർന്നും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്യുക. നമ്മൾ സിമ്പിളായിട്ട് പഠിക്കും. ഓരോ ദിവസവും കുറച്ചെന്ന രീതിയിൽ സമ്പൂർണ്ണമായി നമ്മളൊരു നിശ്ചിത കാലഘട്ടത്തെ പഠിച്ചുറപ്പിക്കും. പിന്നെ നിങ്ങൾ PSCയിൽ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പേടിക്കുകയേ വേണ്ട. ബൈ.